السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ, ഹജ്ജും ഉംറയൊക്കെ ജീവിതത്തിൽ നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പല തവണകളായി ഉംറയും ഹജ്ജും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തും അവിടത്തേക്ക് ചെന്നുള്ള സിയാറത്തും റൗളയിലിരിക്കാനും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യാം. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉംറ എന്നുള്ളത് ജീവിതത്തിൽ ഒരു തവണ ഏതൊരാൾക്കും ഫർളായ ഒന്നാണ്. ഹജ്ജ് പോലെ തന്നെ ഒരു മനുഷ്യന് ഉംറയും നിർബന്ധമായ ഒരു കർമ്മമായി വരും. അതിനുള്ള കഴിവും അതിനുള്ള സാമ്പത്തികവും അതിനുള്ള ആഫിയത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വഴിയാലും ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ ഓക്കെയാണെന്ന് വന്നാൽ നമുക്ക് ഉംറ ഫർളായി വരുന്നു. അങ്ങനെ നോക്കിയാൽ ഒരുപാട് ആളുകളിൽ ഉംറ ഫർളായ ആളുകൾ, ഒരുപാട് ആളുകൾ അതിൻ്റെ ശരിയായ വണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും ഉംറ നിർവഹിക്കാത്തവരാണ്. ഉംറ ഒരാൾക്ക് അതിനുള്ള സാമ്പത്തികവും അതിലൊക്കെ റെഡിയാണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ ഫർള് തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫർളാണ് എന്ന ബോധത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഉംറ എന്ന് പറയുമ്പോൾ ആ യാത്രക്ക് നമ്മുടെ ലക്ഷ്യമുണ്ടായിട്ട് ഉംറ മാത്രമാണ്, വേറെ ടൂറടിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും ഇതിൽ നമുക്ക് വരാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഈ യാത്രക്ക് പോകുമ്പോൾ മറ്റുള്ള യാത്രക്ക് പോകും പോലെയല്ല. മറ്റുള്ള യാത്രകൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളും വെക്കും. ഇതിന് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ഉംറ സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമേ പരിശുദ്ധമായ ഉംറക്ക് പോകാൻ പാടുള്ളൂ. അള്ളാഹു അങ്ങനെ തന്നെ തഖ്വയോടെ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഉംറക്ക്, പരിശുദ്ധമായ ഉംറക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് നമുക്ക് ചില കാര്യങ്ങൾ സുന്നത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമൊക്കെ ഉണ്ട്. അതിൻ്റെ ആദാബുകൾ, മര്യാദകൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഉംറക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉംറക്ക് വേണ്ടി നമ്മൾ യാത്രക്ക് പറയലും മറ്റൊക്കെ അത് പൊരുത്തപ്പെടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ മറ്റിടപാടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ തീർക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ്, യാത്രക്ക് മുമ്പ് നമ്മൾ ആ ദിവസം പോകുന്നതിന് മുമ്പോ അതിന് മുമ്പത്തെ ദിവസങ്ങളിലുമായിട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് കളയേണ്ട ചില രോമങ്ങളൊക്കെ ഇഹ്റാമിൻ്റെ ഉംറയിൽ പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കാനുള്ളൊരു വിഷയമാണ്. അതൊക്കെ നമ്മൾ നേരത്തെ കളയുകയും മറ്റുമൊക്കെ വേണം. അതിൻ്റെയൊക്കെ പുറമെ നഖം മുറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇഹ്റാമിൻ്റെ മുമ്പേ, അതായത് ഉംറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് സുന്നത്തായ കാര്യങ്ങളാണ് അതൊക്കെ. ഇനി നമ്മൾ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, നമുക്ക് ഇറങ്ങുമ്പോൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യാത്രയുടെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അത് യാത്രയുടെ സുന്നത്തായ 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി നിസ്കരിക്കലാണ്. ആ നിസ്കാരം പാടില്ലാത്ത സമയമുണ്ടല്ലോ. സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റോളം കഴിയുന്നത് വരെയുള്ള ടൈമും, അതുപോലെ തന്നെ അസർ നിസ്കരിച്ചിട്ട് പിന്നെ മഗ്രിബ് വരെയുള്ള സമയം, നട്ടുച്ച സമയം, ഇതൊക്കെ നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞ സമയമാണ്. ഈ സമയത്ത് അതെന്തായിരുന്നു നിസ്കരിക്കരുത്. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ യാത്ര എന്ന കാരണം നിസ്കാരത്തിന് ശേഷമാണ്. അതായത് കാരണം പിന്തിയത് പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം മുന്തിയതായ വിഷയങ്ങളൊക്കെ നിസ്കരിക്കുക. ഇപ്പം അതായത് പള്ളിയിലേക്ക് നമ്മൾ ഒരാൾ പള്ളിയിലേക്ക് പള്ളിയിൽ കയറിയാൽ നിസ്കാരം സുന്നത്താണ്. അപ്പം പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്നുള്ള കാരണം എന്തായി, ഉള്ളിലേക്ക് പ്രവേശിക്കലൂടെ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ കാരണം മുന്തിയതെല്ലാം നമുക്ക് അസറിന് ശേഷം നിസ്കരിക്കാം, സുബ്ഹിക്ക് ശേഷം നിസ്കരിക്കാം, അതിനൊന്നും തെറ്റില്ല ആ സുന്നത്ത് നിസ്കരിക്കുന്നതിന്. നേരെ മറിച്ച് കാരണം പിന്തിയത്, ഇപ്പം യാത്ര എന്നുള്ളത് നമുക്ക് പോകുന്നതിന് മുമ്പ് ഉള്ളതാണ് ഈ 2 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം ആ സമയത്ത് പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് യാത്രയുടെ 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി കൈകെട്ടി ഫാത്തിഹ ഓതി, വജ്ജത്തും ഫാത്തിഹയൊക്കെ ഓതി, 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക, 2-ാമത്തെ റക്അത്തിൽ ഇതേപോലെ എഴുന്നേറ്റതിന് ശേഷം ഫാത്തിഹ ഓതുക, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അങ്ങനെ 2-ാമത്തെ റക്അത്തും പൂർത്തിയാക്കി സലാം വീട്ടിയതിൻ്റെ ശേഷം നമ്മൾ സാധാരണ ഇരുത്തത്തിലിരുന്ന് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയതിൻ്റെ പുറമെ ഒരു 3 ആയത്തുൽ കുർസി ഓതുക, ഒരു 3 ലീലാഫി ഖുറൈശി ഓതുക. ഈ 3 ലീലാഫി ഖുറൈശിയും അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും ഓതിയിട്ട് ദുആ ചെയ്യുക നല്ലോണം. പ്രത്യേകിച്ചും നല്ലോണം ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ യാത്ര ഖൈറിലാവാൻ, എളുപ്പത്തിലാകാൻ, നല്ല നിലക്കാവാനൊക്കെ ദുആ ചെയ്യണം. എത്ര വാഹനത്തിൽ, എത്ര നല്ല മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും യാത്ര എന്നുള്ളതൊരു ക്ലേശമാണ്. ആ ക്ലേശം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല നിലക്ക് ഉംറക്ക് നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ നിസ്കരിച്ചു, പിന്നെ നമ്മൾ വീട്ടിലുള്ളവരുടെയൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് നമ്മൾ കയറുന്നു. വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് സാധാരണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ഇടത് കാല് വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വീട്ടുകാരോട് സലാം പറയുന്നു. നമ്മൾ ഇറങ്ങി വാഹനത്തിലേക്ക് നമ്മൾ കയറുന്നു. വാഹനത്തിൽ കയറിയ ശേഷം സാധാരണ നമ്മൾ ചെല്ലാറുള്ളത് പോലെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആ ഒരു ദിക്റും ചൊല്ലി നമ്മൾ സാധാരണ ബാക്കിയുള്ള ദിക്റുകളൊക്കെ ഏടുകളൊക്കെ പറയുന്നുണ്ട്. ആ ദിക്റുകളൊക്കെ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ നേരെ പോകൽ എയർപോർട്ടിലേക്കാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് ദൂരമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിസ്കാരം ളുഹുർ അസ്റൊക്കെ അതിൻ്റെ ഇടയിൽ പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ദീർഘമായ യാത്രയാണ്. അപ്പം ജമ്മു കസറൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, വിശദമായി പറയുന്നില്ല. എന്നാലും ഈ ളുഹുർ നിസ്കാരം 4 റക്അത്താണ്. ഈ 4 റക്അത്തുള്ള ളുഹുർ നിസ്കാരവും അതുപോലെ അസ്ർ നിസ്കാരം തമ്മിൽ ജംആക്കാം. അതുപോലെ മഗ്രിബിനെയും ഇശാഇനെയും ജംആക്കാം, മുന്തിച്ചുമാക്കാം പിന്തിച്ചുമാക്കാം. അത് ളുഹുറിന്റെ സമയത്ത് തന്നെ അസ്ർ നിസ്കരിക്കാം. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ളുഹുറിലേക്കും അസ്റിനെ മുന്തിക്കുക. അപ്പോൾ അതുപോലെ ളുഹുറിനെ പിന്തിപ്പിക്കുകയും ചെയ്യാം. അതായത് അസ്റിന്റെ സമയത്ത് നിസ്കരിക്കൽ. ഇത് ളുഹുറിനെ അസ്റിനെയും തമ്മിൽ ജംആക്കുന്നത്, ഒന്നിച്ചാക്കുന്നത് ജംആക്കുക എന്ന് പറയും. മഗ്രിബിനെ ഇശാഇനെയും ഇതേപോലെ ഒന്നിച്ചാക്കുന്നതിന് ജംആക്കുക എന്ന് പറയും. ഇനി ഖസ്റാക്കുക എന്ന് പറയുന്നത് 4 റക്അത്തുകളെ 2 റക്അത്ത് ആക്കലാണ് ഖസ്റാക്കുക എന്ന് പറയുന്നത്. അപ്പം നിയ്യത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തി 2 റക്അത്ത് 4 റക്അത്ത് 4 റക്അത്ത് ജമ്മാണെങ്കിൽ ജമ്മ്, ഖസ്റാണെങ്കിൽ ഖസ്ർ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിയ്യത്ത് വെച്ച് അതുപോലെ നിസ്കരിക്കുക. നമ്മൾ സാധാരണ നില 132 കിലോമീറ്ററിലധികം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് എന്ന നിലയിൽ ജമ്മു ഖസറൊക്കെ നമുക്ക് ആവശ്യമായ ഒന്നാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി യാത്രയിൽ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്തിയതാണല്ലോ, അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഉംറ എന്ന് പറയുന്നത്, ഉംറ എന്ന കർമ്മത്തിലേക്ക് 4 ഫർളുകൾ. ഇനി 4 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം, 5-ാമത്തെ എന്താണെന്ന് തിരിയും. അപ്പൊ 4 എണ്ണം എന്ന് പറയുന്നത് 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 ഹൽഖ് മുടി കളയൽ, പിന്നെ 5-ാമത് ഇത് തർത്തീബാണ്. അതായത് ഇഹ്റാം ആദ്യം വേണം, പിന്നെ തവാഫ് വേണം, പിന്നെ സഅയ് വേണം, പിന്നെ മുടി കളയണം. അങ്ങനെ 4 കാര്യം കൃത്യമായി കൊണ്ടുപോക്കാണ് തർത്തീബായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉംറയുടെ ഈ ഫർളുകളെല്ലാം കൃത്യമായി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഇഹ്റാം എന്ന് പറയുന്നത് ശരിക്കും ഉംറയുടെ നിയ്യത്ത് കൊണ്ടുവരുത്താണ് ഇഹ്റാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ബിൽ ഖൽബി, ഹൃദയം കൊണ്ടുള്ള കരുത്താണ്. അത് നമ്മൾ ഉംറക്ക് വേണ്ടിയുള്ള നിയ്യത്ത് വെക്കലോടുകൂടി നമ്മൾ ഇഹ്റാമിലായി. അതാണ് ഇഹ്റാം. ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറയിലേക്ക് ഒരാൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ നിയ്യത്ത് വെക്കലാണ്. അപ്പൊ ഒരാൾ നിയ്യത്ത് വെക്കേണ്ടത് എവിടെ നിന്ന്, ഈ ഇഹ്റാം ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ സാധാരണ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും, മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ടാകും. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിട്ടുണ്ടാകും 5ഓളം മീഖാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 മീഖാത്തുകളിൽ ഒന്ന് ജുഹ്ഫ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് മൊറോക്കോ, മിസ്ർ, ഷാം പോലത്തെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ജുഹ്ഫ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ യലംലം, അത് ജിദ്ദ ഭാഗത്തോട് ചേർന്നിട്ട്, അതായത് യമന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കും. ദുൽഹുലൈഫ, അത് മദീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണ്. ദാത്തു ഇറക്കുണ്ട്, ഇറാഖ് ഖുറാസാന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ കർനു മനാസിൽ,
റിയാദ്, ദമാമ് അക്കടെ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഖർനു മനാസിൽ. ഇങ്ങനെ 5 മീഖാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ മീഖാത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മീഖാത്തിൽ നിന്നാണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ മംഗലാപുരത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ എവിടുന്നുമാകട്ടെ നമ്മളെ യാത്ര, നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയും ഈ പറയപ്പെട്ട ദുൽഹുലൈഫയോ ജുഹഫയോ എലംലമോ ഇതൊന്നും ഇവിടെയുള്ള മീഖാത്ത്, ഇവിടെ എവിടെയല്ല മീഖാത്ത് വരുന്നത്. ഇതൊക്കെ നിലനിൽക്കുന്നത് എവിടെ തന്നെയാണ്? സൗദി അറേബ്യയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടത്തേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് നമ്മൾ ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് നേരിട്ടുള്ള ഫ്ലൈറ്റിനാണ്. കണക്ഷൻ ആകുമ്പോൾ കണക്ഷൻ എവിടെയാണ് അവിടുന്ന് ചെയ്താലും മതി, ഇനി ഇഹ്റാം ചെയ്താലും മതിയാവും. പക്ഷെ ഞാൻ പറഞ്ഞത് ജിദ്ദയിലേക്ക് നമ്മളെ ഫ്ലൈറ്റ് നേരിട്ട്, ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് പോവാണെങ്കിൽ പോലും ജിദ്ദയിലേക്ക് എത്തുമ്പോൾ വേറൊരു മീഖാത്ത് വിട്ട് കടന്നിട്ടാണ് ഫ്ലൈറ്റ് അപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പൊ മീഖാത്ത് വിട്ട് കടക്കുന്നതിന് മുമ്പേ നമ്മൾ നിയത്ത് വെക്കണം. ഒന്നെങ്കിൽ മീഖാത്ത് നിന്ന് നിയത്ത് വെക്കണം, അല്ലെങ്കിൽ മീഖാത്ത് എത്തുന്നതിന് മുമ്പേ നിയത്ത് വെക്കണം. മീഖാത്ത് വിട്ട് കടന്നതിന് ശേഷം ഒരാൾ നിയത്ത് വെച്ചാൽ ഫിദിയൊക്കെ കൊടുക്കേണ്ടി വരും, അതിന്റെ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഇഹ്റാം ചെയ്യുന്നത്. മീഖാത്ത് നമ്മൾ വിട്ടുകിടക്കും. അതായത് ജിദ്ദ എത്തുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ നമ്മുടെയൊക്കെ മീഖാത്ത് എത്തും. അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയിൽ ഉറക്കത്തിൽ നമ്മൾ അറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ എന്തായാലും പോകുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഉറക്കത്തിൽ അറിയാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉംറയുടെ നിയത്ത് വെക്കാൻ, നമുക്ക് ഇഹ്റാം ചെയ്യാൻ വിട്ടുപോകും. അത് കാരണത്താൽ നമ്മൾ അതിനുള്ള ഫിദിയൊക്കെ കൊടുക്കേണ്ടി വരും, പ്രയാസമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് നിയത്ത് വെക്കും. എയർപോർട്ടിൽ നിയത്ത് വെക്കുന്നത് നമ്മളെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വെച്ച് നമ്മളെ എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് നമ്മൾ നിയത്ത് വെക്കും. അത് അമീർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് നിയത്ത് പറഞ്ഞുതരും. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്ന നിയത്ത് പറയും. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുവാൻ കരുതി ആ ഉംറയുടെ ഇഹ്റാമിലാവുകയും ചെയ്തു എന്നാണ് പറയുക. ഇതാണ് ശരിക്കുള്ള ഇത്. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുവാൻ കരുതി ആ ഉംറയുടെ ഇഹ്റാമിലാവുകയും ചെയ്തു. ഇതാണ് നിയത്ത്. ഈ നിയത്ത് ഒരു ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അത് പറഞ്ഞു കൊടുത്ത് അത് നിങ്ങൾ കൂടെയുള്ള ആളുകൾ അതിന്റെ നിയത്ത് എടുത്തു പറയും. പക്ഷെ വായ കൊണ്ട് പറയുമ്പോൾ കൽബിൽ, അതിന്റെ ഹൃദയത്തിൽ അതിന്റെ ചിന്തയുണ്ടാകണം, മനസ്സിലുണ്ടാവണം. കാരണം നിയത്ത് എന്ന് പറയുന്നത് മനസ്സിലുണ്ടാവണം. നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിലത് വരലാണ് നമ്മൾ ഫർളായിട്ട് വരുന്നൊരു കാര്യം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്നു. മറ്റൊരാൾക്ക് ഉംറ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് കടപ്പിലായി അയാൾ പറയണം എനിക്ക് ഉംറ ചെയ്യണം എന്നൊന്നും, അല്ലെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എനിക്കൊന്ന് ഉംറ ചെയ്യണം, അപ്പൊ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ആഗ്രഹം വെച്ച് അതിന് പൈസ കേൾപ്പിച്ച് വേറെ ആളെ അയക്കുകയാണെങ്കിൽ അയാൾ ആരായിരിക്കണം? ഈ അയക്കപ്പെടുന്ന ആള് മുമ്പൊരിക്കൽ ഉംറ ചെയ്ത ആളായിരിക്കണം എന്നതാണ്. അയാൾ സ്വന്തം നഫ്സിന് ഉംറ ചെയ്ത ആളാണെങ്കിൽ മാത്രമേ ഇയാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മറ്റൊരാൾക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഹറാമായി വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വരുന്നു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളയുക, അതുപോലെ നഖം വെട്ടുക, ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യൽ സുന്നത്താണ്. മീശ വെട്ടൽ, ഇതൊക്കെ ആണുങ്ങൾക്ക് അതൊക്കെ സുന്നത്താണ്. ഇഹ്റാമിന് വേണ്ടി ഒരു കുളിയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുളിക്കണം എന്ന് പറയാൻ കാരണം മീഖാത്തിൽ നമ്മൾ നിയത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കേണ്ടതാണ്. അപ്പൊ എയർപോർട്ടിലെത്തിട്ട് കുളിക്കൂല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുളിയിൽ തന്നെ എന്ത് ചെയ്യുക? ഞാൻ ഇഹ്റാമിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയത്തോട് തന്നെ കുളിക്കാൻ ചെയ്യാം. ഇഹ്റാമിന്റെ സുന്നത്തായ കുളി എന്ന നിയത്തോടുകൂടി കുളിക്കുക. പിന്നെ അതേപോലെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക, വസ്ത്രത്തിലല്ല ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. പിന്നെ പറയുന്നത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കലുണ്ട്. അതെപ്പം ഇഹ്റാമിന്റെ വസ്ത്രം നിങ്ങൾ ഇഹ്റാമിന്റെ നിയത്ത് വെക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇട്ടാൽ മതി. ആണുങ്ങൾക്കേ വസ്ത്രം ധരിക്കേണ്ട കാര്യമായി വരുന്നുള്ളൂ. പെണ്ണുങ്ങൾ സാധാരണ പർദ്ദയൊക്കെ ധരിച്ചു വരുന്നവരാകുമ്പോൾ അത് അവരുടെ വേഷത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇഹ്റാമിന്റെ ആണുങ്ങൾ വസ്ത്രം ധരിക്കാനുണ്ട്. ആ വസ്ത്രം എന്താണെന്ന് ഞാൻ പറയാം.
ആ ഇഹ്റാമിന്റെ വസ്ത്രം ഇഹ്റാമിന്റെ വസ്ത്രം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു മേൽമുണ്ടായി ഉടുക്കുന്ന തുണിയും ഒരു മേൽമുണ്ട് തുണിയും അതുപോലെ തന്നെ ഉടുക്കാനുള്ള ഒരു തുണിയും അരയുടുപ്പും. ഇതാണ് ഒരാൾക്ക് ഇഹ്റാമിന്റെ വസ്ത്രമായിട്ട് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഉടുക്കാനുള്ള തുണിയിൽ എന്തെങ്കിലും തുന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ശരീരം ചുറ്റി തുന്നിയിട്ടുള്ള ഒന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ബെൽറ്റ് പറ്റും, വാച്ച് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചെരുപ്പൊക്കെ പറ്റും, കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ചുറ്റി തുന്നിയ ഒരു ഡ്രസ്സ് എന്താവാൻ പാടില്ല, നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ ഉള്ളിൽ ഷഡ്ഡി ധരിക്കാൻ പറ്റൂല. അതൊക്കെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉടുക്കാനുള്ള ഒരു തുണിയും പിന്നെ അതിനെ മേലെ പുതക്കാൻ നമ്മളൊരു മേലെ ഇട്ടിടുന്ന ഒരു തുണിയും. ഇത് തന്നെ ഇതാണ് ഇഹ്റാമിന്റെ ഡ്രസ്സായിട്ട് നമുക്ക് ധരിക്കേണ്ടത് ആണുങ്ങൾ. അപ്പൊ ഇത് സാധാരണ നിലയിൽ ആണുങ്ങൾ ബോർഡിംഗ് പാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കൈ ബാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം എല്ലാവരും കൂടി അപ്പുറത്ത് എത്തിക്കതിന് ശേഷം ഫ്ലൈറ്റ് കയറുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിയത്ത് വെക്കുന്നതിന് മുമ്പ്, ഇനി അങ്ങനെയല്ല, ഇനി എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് ചില ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ എന്ത് ചെയ്യുക, നിയത്ത് വെക്കുന്നതിന് മുമ്പ് ഈ ഡ്രസ്സുകൾ, നമ്മുടെ ശരീരത്തിൽ ധരിച്ച ആണുങ്ങൾ ധരിച്ച ഡ്രസ്സുകൾ മാറ്റണം. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച്, പെണ്ണുങ്ങൾക്ക് ഇഹ്റാമിന്റെ ഡ്രസ്സ് പറയുന്നില്ല, ഡ്രസ്സ് പറയുന്ന രീതിയിൽ അവർ ധരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ്. എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുറ്റി തുന്നിയ ഡ്രസ്സൊന്നും പിന്നെ പറ്റൂല. അപ്പൊ അവർക്ക് എന്ത് മാത്രമാണ്, ഒരു ഇഹ്റാമിന്റെ മേൽ തുണിയും മേൽമുണ്ടും അതുപോലെ ഉടുക്കാനുള്ള ഒരു തുണിയുമാണ് പറയുന്നത്. പിന്നെ ബെൽറ്റ് ഇടാം, അത് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ബെൽറ്റ് ഇടാം. പിന്നെ അതുപോലെ വാച്ച് ധരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. തൊപ്പിയൊന്നും പിന്നെ ധരിക്കാൻ പറ്റൂല, തലയിൽ തല മറക്കാൻ പറ്റൂല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഡ്രസ്സാണ് നമ്മൾ ധരിക്കൽ സുന്നത്തായി വരുന്നത്. പിന്നെ അതേപോലെ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം ഈ നിയത്ത് വെക്കുന്നതിന് മുമ്പ്. ഞാനിപ്പോൾ പറഞ്ഞു നബൈത്തുൽ ഉംറത വഹറംതു ബിഹാലില്ലാഹി തആല എന്ന് എയർപോർട്ടിൽ വെച്ചിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടുന്ന് പറയും. ആ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, 2 റക്അത്ത് ഇതേപോലെ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുത്. അങ്ങനെ നിസ്കരിക്കുന്നു എന്ന് കരുതി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിന് ശേഷം നേരെ വന്ന് അങ്ങനെ നിയത്ത് വെച്ചാലും മതി. അപ്പൊ നിയത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആണുങ്ങൾ ഡ്രസ്സ് എന്താണ് ഇഹ്റാമിന്റെ ഡ്രസ്സിലേക്ക് വരണം. 2, അതുപോലെ തന്നെ ഇഹ്റാമിന്റെ നിയത്ത് വെക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം. ആ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഫാത്തിഹ ഓതുക, അത് വജ്ജത്തു ഫാത്തിഹ, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ 2ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. ഇങ്ങനെ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ നമ്മൾ ഇഹ്റാമിന്റെ നിയത്ത് വെക്കണം. ഇഹ്റാമിന്റെ നിയത്ത് വെക്കലോടെ, അതായത് ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നിയത്ത് വെച്ച് നമ്മൾ ഉംറയിലേക്ക് കടന്നു. ഉംറയിലേക്ക് കടന്നാൽ നമുക്ക് സുന്നത്തായി വരുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് പറയലാണ് പിന്നെ നമുക്ക് സുന്നത്ത്. ഇതിങ്ങനെ തൽബിയത്തില്ല, ഇടക്കിടക്ക് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയുമ്പോൾ അത് ഇബ്രാഹിമിയ സ്വലാത്തായാൽ ഏറ്റവും അഫ്ളലായി. പിന്നെ അതിനുശേഷം ഒരു ദുആ. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ എന്ന് ഇടക്കിടക്ക് ദുആക്കുകയും ചെയ്യാം ഈ തൽബിയത്ത് ചെല്ലുന്നതിന്റെ ഇടയിൽ. അപ്പൊ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചു. ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തൽബിയത്ത് ചൊല്ലുന്നു, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹറാമായി വരുന്നുണ്ട്. സ്ത്രീകൾക്ക് ഹറാമായതുകൊണ്ട് പുരുഷന്മാർക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് തലമറക്കൽ ഹറാമാണ്. അവർ തലമറക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖം മറക്കലും ഗ്ലൗസ് ധരിക്കലും കൈൻ്റെ ഭാഗത്ത് ഗ്ലൗസ് ധരിക്കലും എന്താണ് ഹറാമായിട്ട് വരും. അപ്പോൾ കൈൻ്റെ കുപ്പായത്തിൻ്റെ കൈ താഴോട്ടേക്ക് നീണ്ടാൽ അതൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് കൈ ഗ്ലൗസ് പോലത്തെ ധരിച്ചുകൊണ്ട് മറക്കൽ പറ്റൂല പെണ്ണുങ്ങൾക്ക്. എപ്പോൾ ഇഹ്റാമിൻ്റെ നിയത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതെല്ലാം മാറ്റുക. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇത് പറ്റൂല. മുഖം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള മറയും പറ്റൂല. അതുപോലെ തന്നെ കൈക്ക് കയ്യുറ ഗ്ലൗസ് എന്നൊക്കെ പറയാം, അത് ധരിക്കാനും പറ്റൂല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റൂല. ആണുങ്ങൾക്ക് തുന്നിയ വസ്ത്രം ഒന്നും ധരിക്കാൻ പറ്റൂല, നേരത്തെ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല.
അത് ആണിനും പെണ്ണിനും പറ്റൂല സുഗന്ധം ഉപയോഗിക്കില്ല എപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ. അപ്പോൾ ഒരു അത്തറ് പോലത്തെ സാധനം ശരീരത്തിൽ ഒരാൾ നോക്കുന്ന് പറഞ്ഞ് മണം നോക്കാൻ പറഞ്ഞു അത് പറ്റൂല. അതുപോലെ വസ്ത്രത്തിലാക്കാനും പറ്റൂല, ഹറാമാണ്, ഒക്കെ തെറ്റായി പോകും ചെയ്താൽ. പിന്നെ അതേപോലെ മുടി, നഖം എന്നിവയൊന്നും മുറിക്കാൻ പറ്റൂല ഇപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. മുടി ഒന്ന് പോകാൻ വരെ പറ്റൂല. ഒരു മുടി പോയാൽ നമ്മൾ അതിന് ഒരു മുത്ത് കൊടുക്കണം. 2 മുടി നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയാൽ, അറിയാതെ സംഭവിച്ചാൽ നമ്മൾ കുറ്റക്കാരല്ല. അറിഞ്ഞുകൊണ്ട് അതിന് കാരണമായി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. പിന്നെ അത് തലമുടിയിലും മറ്റൊന്നും എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. ഇതൊക്കെ ഒരു ഉംറ കഴിയുന്നത് വരെയാണ് കേട്ടോ. ഉംറ കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഉംറ കഴിഞ്ഞപ്പോൾ ഇഹ്റാം ചെയ്തു, അപ്പൊ ഉംറയിൽ പ്രവേശിച്ചു. പിന്നെ നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് തവാഫ് ചെയ്യും. മക്കത്ത് കാബന്റെ അടുത്ത് തവാഫ് ചെയ്യും. പിന്നെ നമ്മൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സഈ ചെയ്യും. അതവിടെ സഫാ മർവന്റെ ഇടയിൽ നമ്മൾ സഈ ചെയ്യും. അപ്പൊ സഫാ മർവന്റെ ഇടയിൽ നമ്മൾ സഈ ചെയ്യുകയും നമ്മൾ അതുപോലെ അതിനു മുമ്പ് തവാഫ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതായത് തവാഫ്, സഈ, പിന്നെ നമ്മൾ മുടി എടുക്കുകയും 3 മുടി എടുക്കലോടുകൂടി ഉംറ കഴിഞ്ഞ്. പിന്നെ നമുക്ക് തുന്നിയ ഡ്രസ്സ് ധരിക്കാം, ഈ പറയപ്പെട്ടതിൽ നമുക്ക് മാറാം, മുഖം മറക്കാം, പെണ്ണുങ്ങൾക്ക് കയ്യുറ ധരിക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഉംറയിലേക്ക് നമ്മൾ പ്രവേശിക്കലോടുകൂടി കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ, നിക്കാഹ് കർമ്മങ്ങളൊന്നും എവിടെ ചെയ്യാൻ പറ്റൂല, ഈ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം പറ്റൂല. നിക്കാഹ് കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ മക്കത്ത് പോയിട്ട് ഇഹ്റാമിൽ തന്നെ പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജിമാഅ്, അതിന്റെ മുഖദ്ദിമാത്തുകൾ, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഉണ്ടാവാൻ പാടില്ല, ഒക്കെ ഹറാമായി വരും. അതുപോലെ വേട്ടയാടൽ അതൊന്നും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്തതാണ് ന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മുടി നമ്മൾ നീക്കിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു നഖം, ഒരു മുടിയൊക്കെ നീക്കിയാൽ നേരത്തെ പറഞ്ഞു ഒരു മുദ്ദാണ് അതിന്റെ ഫിദിയ. അതില്ലെങ്കിലോ ഒരു മുദ്ദ തന്നെ 800 മില്ലി അരി നമ്മൾ കൊടുക്കണം. എന്താണ് ഭക്ഷ്യവസ്തുവായിട്ടുള്ള അരി കൊടുക്കാം. ഒരു നോമ്പ് അല്ലെങ്കിൽ നോക്കാൻ പറ്റും. ഇനി 2 നഖോ മുടിയോ പോയതെങ്കിൽ 2 മുദ്ദ് 2 നോമ്പ് നോക്കണം. ഇനി 3 നഖോ 3 മുടിയോ ആണെങ്കിലോ ഒക്കെ ആണെങ്കിൽ അതിൽ പറയുന്നത് 1 ആടാണ് അതിന്റെ പരിഹാരം പറയുന്നത്. അതിന് അത് കഴിയൂലെങ്കിൽ 3 സാധാരണ ഏകദേശം അതിന് 9 കിലോഗ്രാം വരെയൊക്കെ ആയിന്ന് വരും. പിന്നെ അല്ലെങ്കിൽ ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ 3 നോമ്പെങ്കിലും എടുത്ത് വീട്ടേണ്ടി വരും. അതിന്റെ ഫിദിയായിട്ട് നോറ്റുവിടേണ്ടി വരും. അപ്പൊ ഏതായാലും അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതാണ്. ഇനി നോമ്പ്, മറ്റേ ആടും അതുപോലെ തന്നെ മുദ്ദുമൊക്കെ ഹറമിന്റെ പരിധിയിൽ വെച്ച് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ അതിൽ നോമ്പെടുക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് വീട്ടിയാലും മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വേട്ടയാടൽ ഹറാമാണെന്ന് പറഞ്ഞു. അവിടുത്തെ പ്രാവ് ഒക്കെ ഉണ്ടല്ലോ, ഭക്ഷ്യയോഗ്യമായതിനൊന്നും വേട്ടയാടൽ ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇനി നമ്മൾ ഹറാമൊക്കെ ശ്രദ്ധിച്ച് വളരെ ക്ഷമയോടുകൂടി നമ്മൾ യാത്രയിലാണ്. നമ്മൾ അവിടത്തേക്ക് എത്തി, ജിദ്ദ എയർപോർട്ടിലെത്തി, നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ നീക്കി നമ്മൾ എടുത്തു. നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ നമ്മൾ തുടർന്ന് പോവാണ്. നമ്മുടെ ഹോട്ടലിലേക്ക് ആദ്യം എത്തും. നമ്മൾ മക്കയിലേക്ക് പോവാണ്. ഒരു 90 കിലോമീറ്ററോളം വരുന്ന യാത്രയാണ്. അങ്ങനെ നമ്മൾ 70 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ, ജിദ്ദ മക്കന്റെ ഇടയിൽ നമ്മൾ 70 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ ഹറമിന്റെ ബോർഡർ എത്തും. അവിടെ ബോർഡർ എത്തുമ്പോൾ നമുക്ക് അതിന്റെ ചിഹ്നം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ബസ് പോകുന്ന വഴിയിൽ. ചിലപ്പോൾ ഉറക്കത്തിൽ പെട്ടുപോയാൽ, ചിലപ്പോൾ ഉറങ്ങുകയോ ചെയ്താൽ കാണൂല. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ദുആ ചെയ്യൽ, ഹറമിന്റെ ബോർഡറിൽ, അതായത് ഹദ്ദുൽ ഹറം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലാനുള്ള ദുആ ഉണ്ട്. അത് ദുആ ചെയ്ത് ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ദുആ ചെയ്യാം. അതൊക്കെ ഏടിൽ, ഉംറയുമായി ബന്ധപ്പെട്ട ഏടുകളിലൊക്കെ പറയുന്നുണ്ട്. ഇനി അതറിയില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി മലയാളത്തിലും പറയാം. ഭൂമിയിലെത്തിയതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. ആ ഒരു നിലയിൽ റബ്ബിനോട് സ്തുതിച്ചുകൊണ്ട് നല്ലോണം ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇനി നമ്മൾ അവിടെ എത്തി, ഹോട്ടലിലൊക്കെ എത്തി, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇനി ഉംറയിലേക്ക് കടക്കാണ്. നമ്മൾ നേരെ പോയി നമ്മൾ ബാഗേജും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നേരെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ 2ാമത്തെ ഫർദിലേക്ക് കടക്കാൻ പോവാണ്. തവാഫിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ കഅബന്റെ അടുത്തേക്ക് പോകണമല്ലോ. കഅബ എന്ന് പറയുന്നത് അല്ലാഹു തആല ഭൂമിയിൽ വെച്ച ആദ്യത്തെ ഭവനം. കഅബ ശരീഫ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. കഅബ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനമായ പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ അവിടെ ദുആ ചെയ്താൽ വലിയ കൂലിയുണ്ടെന്ന് മാത്രമല്ല ഇജാബത്തുണ്ട്.
ആ ദുആക്ക് ഉത്തരം കിട്ടും. ആദ്യത്തെ കാണലിൽ നല്ല ദുആ നമ്മൾ നടത്തുക. പറയുമ്പോൾ തന്നെ കണ്ട ഉടനെ തന്നെ ദ്വാരക്ക, അല്ലാഹുവേ ഞാൻ മരിക്കുന്നത് വരെ ദുആ ചെയ്യുന്ന ഏതെല്ലാം ദുആ ഉണ്ട് റബ്ബേ അതൊക്കെ നീ കബൂലാക്കണേ. അതിൻ്റെ പുറമെ ഞാൻ ഈ മക്ക ഹറമിൽ വെച്ച് മദീനത്ത് വെച്ചൊക്കെ ഞാൻ ദുആ ചെയ്യുമ്പോൾ ആ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ. ഇങ്ങനെയുള്ള ദുആകൾ നമ്മൾ അവിടെ വെച്ച് ദ്വാരക്ക. പിന്നെ അതിൻ്റെ പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുള്ള ആ ദുആവും അതോടൊപ്പം തന്നെ ഏടുകളിലൊക്കെ ഉണ്ട് ആ ദുആ ഒക്കെ ചെയ്യാം. അറിയുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ അതിൽ നോക്കി ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ കൈ ഉയർത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങി അവസാനം സ്വലാത്തും ഹംദും കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഹംദും സ്വലാത്തും ചൊല്ലി അവസാനത്തിലും അങ്ങനെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തും മലയാളത്തിലോ നമ്മുടേതായ അറിയുന്ന ഭാഷയിലൊക്കെ ദ്വാരക്കാം. അല്ലാഹു കബൂലാക്കട്ടെ, ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ കഅബാലയത്തെ നമ്മൾ ആദ്യമായി കാണാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആദ്യം പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ നടന്നു പോവാണ്. അപ്പോഴൊക്കെ നമ്മൾ തൽബിയത്തിലാണ്. തവാഫ് വരെ തൽബിയത്ത് സുന്നത്തുണ്ട്. നമ്മൾ നേരത്തെ ചൊല്ലിയ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മളെല്ലാവരും നേരെ പള്ളിയിലേക്ക് കിടക്കണം. പള്ളിയിലേക്ക് കിടക്കുന്ന മസ്ജിദുൽ ഹറമിലേക്ക് കിടക്കണം. ഒരു പള്ളിയിലേക്ക് കിടക്കുമ്പോഴുള്ള എല്ലാ മര്യാദകളും പാലിച്ച് വലതുകാല് ബന്ധിച്ച് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി നമ്മളുള്ളിലേക്ക് കിടക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉംറ കിതാബുകൾ എടുത്ത് നോക്കിയാൽ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന്, ഞാൻ ഉംറയെ മാത്രം ലഘുവായി വിവരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്ന് ആദ്യമായി കഅബാലയത്തെ കാണത്തക്ക വിധത്തിൽ പൂർണ്ണമായും കാണുന്ന ഒരു സ്ഥലത്ത് വെച്ച് അത് കണ്ട് നമ്മളതിന് ദുആ ചെയ്ത്, ദുആ ചെയ്യാൻ പറ്റുന്ന സമയം അത്രയും ദുആ ചെയ്ത് പിന്നെ നമ്മൾ നേരെ തവാഫിലേക്ക് കടക്കണം. പക്ഷെ പോകുമ്പോൾ തവാഫിലേക്കാണ് നമ്മൾ പോകുന്നതുകൊണ്ട് തവാഫിന് ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. തവാഫിന് വേണ്ടി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് മറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ആണുങ്ങൾ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം ആണ് ഔറത്തായി എണ്ണുന്നതെങ്കിൽ അത് പൊക്കളിൻ്റെ മീതെ തുണി വരുന്ന രീതിയിൽ ഉടുക്കണം. മുട്ടിൻ്റെ താഴേക്ക് തുണി എത്തുന്ന വിധത്തിലും ഉടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായി ഭദ്രമാക്കി ശ്രദ്ധിക്കണം. തവാഫിൽ അത് നീങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഔറത്ത് മറഞ്ഞിരിക്കണം ആണും പെണ്ണും. അപ്പോൾ പെണ്ണുങ്ങളുടേതെന്ന് പറഞ്ഞാൽ മുഖം, നിസ്കാരത്തിൽ എന്താണോ ഔറത്ത് അതുപോലെ മുഖം തുറന്നിടണം. അതുപോലെ തന്നെ കൈ പള്ളി, ഈ കൈയുടെ ഭാഗം, മുൻകൈയുടെ ഭാഗം, ഈ ഭാഗവും നമ്മൾ തുറന്നിട്ടിട്ടാണ് സ്ത്രീകളുടേത് ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ അത് ഡ്രസ്സിൻ്റെ കൈ നീണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പേരിൽ അതിന് മറ്റ് ഗ്ലൗസൊന്നും ഉപയോഗിച്ച് മറക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം മുടിയോ മറ്റോ വല്ലതും പുറത്ത് കാണത്തക്ക വിധത്തിൽ നമ്മൾ തവാഫ് ചെയ്താൽ തവാഫ് സ്വഹീഹാവില്ല. ഔറത്ത് മറയണം. നിസ്കാരത്തിൽ ഔറത്താണ് സ്ത്രീകൾക്ക് തവാഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അത് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വുളു എടുത്തുകൊണ്ടാണ് നമ്മൾ തവാഫിന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ വുളു നേരത്തെ എടുക്കാം, പള്ളിയിൽ പോയിട്ട് എടുക്കാം. നേരത്തെ എടുക്കലാണ് ഏറ്റവും കൂടുതൽ. നേരത്തെ എടുത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വുളു ഒക്കെ എടുത്ത് എല്ലാവരും കൃത്യമായിട്ട് തൽബിയത്തൊക്കെ ചൊല്ലി നമ്മൾ തവാഫ് ചെയ്യുന്നത് പോകും. അങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പള്ളിൻ്റെ ഉള്ളിലെത്തി. നമ്മൾ ആദ്യം തുടങ്ങുന്നത് കഅബാലയത്തിൻ്റെ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ്. നമ്മൾ ഏത് ഭാഗത്തൂടെ, ഏത് മൂലയുടെ ഭാഗത്തൂടെ വന്നാലും തവാഫ് തുടങ്ങുന്നത് ശരിക്കും ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന്. ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഈ കഅബാലയത്തിന് ചുറ്റും ഓരോ ഭാഗങ്ങൾ ഓരോന്നുണ്ട്. ഹജറുൽ അസ്വദ് ഒരു മൂലയിൽ ഹജറുൽ അസ്വദിൻ്റെ മൂലയാണ്. ഹജറുൽ അസ്വദിൻ്റെ മൂലയാണ് ഒരു ഭാഗത്ത് വരിക. മറ്റൊരു മൂല വരുന്നത് റുക്നുൽ യമാനിയുടെ ഒരു ഭാഗം വരും. റുക്നുൽ യമാനി അതിൻ്റെ അതുപോലെ തന്നെ പിന്നെയും വാതിലിൻ്റെയും ഹജറുൽ അസ്വദ് ഇവിടെയാണെങ്കിൽ തൊട്ടിപ്പുറം വാതിലുണ്ട്. ആ വാതിലിൻ്റെയും അതുപോലെ ഹജറുൽ അസ്വദിൻ്റെ ഇടയിലുള്ള ഭാഗം മുൽത്തസം എന്ന് പറയും. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതുപോലെ തന്നെ കുറച്ചിപ്പുറത്തൊരു മഖാം ഇബ്രാഹിം, അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ലുള്ള ഒരു പ്രത്യേകമായി ചിൽക്കൂടിലാക്കി വെച്ചിട്ടുണ്ട്. ആ മഖാം ഇബ്രാഹിം അതൊക്കെ കഅബാലയത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. പിന്നെ ഒരു കഅബാലയത്തിൻ്റെ അടുത്തൊരു റാ പോലെ കാണുന്ന ഒന്ന് കാണാം. അത്
അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്, ഈ ഹിജ്ർ ഇസ്മായിൽ അതിൻ്റെ അകത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് അവസരമുണ്ട്. അവിടെ സമയവും ടൈമൊക്കെ ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്ക് കഅബന്റെ ഉള്ളിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞാണ്, ആയിഷ അതിൻ്റെ അകത്ത് നിസ്കരിച്ചാൽ ഹജറുൽ അസ്വദിൻ്റെ ഉള്ളിൽ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാൽ കഅബന്റെ ഉള്ളിൽ നിസ്കരിച്ചതിൻ്റെ തുല്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ അത് കഅബന്റെ ഉൾഭാഗമാണ്. അപ്പൊ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ വളരെ പുണ്യമുള്ളതാണ്. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ മുകളിൽ ഒരു സ്വർണ്ണപ്പാത്തികളാണ്. വെള്ളമൊക്കെ പോകുന്ന മഴവെള്ളമൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്വർണ്ണപ്പാത്തി, അതിനാണ് മീസാബ് എന്ന് പറയുക. ആ മീസാബിന്റെ നേരെ താഴെ നിന്ന് ദുആ ചെയ്താൽ വലിയ ഉത്തരം കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അതൊക്കെ കഅബാലയത്തിന് കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ കാണും. അതുപോലെ കഅബയുടെ വാതിലൊക്കെ കില്ല പിടിച്ച് അതിൻ്റെ വാതിൽ ഇങ്ങനെ താഴെ പിടിച്ച് നിന്നിട്ടൊക്കെ ദുആ ചെയ്യാൻ അവസരം കിട്ടിയാൽ അതൊക്കെ ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കഅബാലയത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ് നമ്മൾ തവാഫ് തുടങ്ങുന്നത്. അപ്പോൾ തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ മൂലയിലാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് അവിടെ എത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഉംറക്ക് പോകുമ്പോൾ 3 തവാഫുകളുണ്ട്. അല്ലാതെ 6 വിധത്തിൽ തവാഫുകളുണ്ട്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നിടത്താണ്. ഉംറയിൽ 3 തരം തവാഫുകളെ നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ ഉംറയിൽ തന്നെയുള്ള തവാഫാണ്. 2 സുന്നത്തായ തവാഫുകളാണ്. 3ാമത്തത് വിദാഇന്റെ തവാഫാണ്. അത് ഉംറക്കെ കഴിഞ്ഞ് മക്കയിൽ നമ്മൾ വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന തവാഫാണ്. അതിന് ഉംറയിൽ വരുന്ന തവാഫിനിക്ക് ഉംറ നിയത്ത് നേരത്തെ നമ്മൾ ഇഹ്റാം ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന തവാഫിനിക്ക് നമ്മൾ നിയത്ത് വെക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. നേരെ മറിച്ച് സുന്നത്തായ തവാഫുകളുണ്ട്, വെറുതെ നമ്മൾ വന്നിട്ട് തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ തവാഫിനൊക്കെ നിയത്ത് നിർബന്ധമാണ്. അതുപോലെ വിദാഇന്റെ തവാഫിന് വരുമ്പോൾ അതിന് നിയത്ത് വെക്കണം. ഇതിന് നിയത്ത് വെക്കാം, നവൈതു തവാഫ 7 അശ്വാത്തിൻ ലില്ലാഹി തആല, ഞാൻ തവാഫിനെ കരുതി അല്ലാഹു തആലക്ക് വേണ്ടി 7 ചുറ്റുകളായി തവാഫ് ചെയ്യാൻ കരുതി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മലയാളത്തിലും പറയാം, അറബിയിൽ അറിയാമെന്ന് പറയാം, അല്ലെങ്കിൽ ഏടിൽ നോക്കിയാലും പറയാം. അത് നമ്മൾ ഉംറയിലുള്ള തവാഫിനിക്ക് പറയൽ സുന്നത്താണ്. അപ്പോൾ ഏതായാലും അതൊക്കെ പറഞ്ഞ് ഹജറുൽ അസ്വദിന്റെ ഈ മൂലയിൽ നിന്ന് നമ്മൾ തുടങ്ങും. അപ്പോൾ തുടങ്ങുന്നത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദ് മുത്തലാണ്, ചുണ്ടുകൊണ്ട് മുത്തലാണ് പുണ്യം. അത് കഴിയൂല, അപ്പൊ കൈകൊണ്ട് മുത്തലാണ് അടുത്ത പുണ്യം. അതും കഴിഞ്ഞെങ്കിൽ പിന്നെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മുത്തിയ ശേഷമാണ് നമ്മൾ പിന്നെ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ 1ാമത്തെ ചുറ്റിൽ നമ്മൾക്ക് ചൊല്ലൽ, 1ാമത്തെ ചുറ്റിൽ ഹജറുൽ അസ്വദിനെ തുടങ്ങി 1ാമത്തെ ചുറ്റിങ്ങനെ പൂർത്തിയായി ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്നെത്തി. ആ 1ാമത്തെ ചുറ്റിൽ ചെല്ലാനുള്ളത് സാധാരണ നമ്മൾ ഏടുകളിലൊക്കെ ഉണ്ട്. 1ാമത്തെ ചുറ്റിൽ ഇങ്ങനെ ചെല്ലുക, 2ാമത്തെ ചുറ്റ്, 3ാമത്തെ ചുറ്റ്, അങ്ങനെ 7 തൗഫത്തുകൾ, 7 ചുറ്റുകളാണ് ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് തവാഫിൽ തന്നെ ഹജറുൽ അസ്വദിന്റെ മൂല ഇവിടെയാണ് ഹജറുൽ അസ്വദിന്റെ മൂല നിൽക്കുന്നതെങ്കിൽ ഈ മൂല റുക്നുൽ യമാനിന്റെ മൂലയാണ്. ഈ മൂലയിൽ നിന്ന് ഇവിടത്തേക്ക് വരെ നമ്മൾ തവാഫിൽ നടന്ന് ഇങ്ങനെ വരുമ്പോൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. പ്രത്യേകം നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇജാബത്തുള്ള സ്ഥലമാണ്, ഒരുപാട് മലക്കുകളുടെ സാന്നിധ്യവും ആമീൻ പറയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 7 ചുറ്റാണ് ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ. ഹജറുൽ അസ്വദിന്റെ അടുത്ത് തുടങ്ങണം, ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തുമ്പോൾ 1 ഉള്ളൂ. അങ്ങനെ 7 ചുറ്റുകളാണ് ചെയ്യേണ്ടത്. അതന്നെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഇടതു ഭാഗത്താണ് കഅബാലയം ഉണ്ടാകേണ്ടത്. അപ്പൊ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഇടതു ഭാഗത്താണ് കഅബ ഉണ്ടാകേണ്ടത്. അപ്പൊ തിരിഞ്ഞും മറിഞ്ഞും നടന്നാൽ എൻ്റെ മുമ്പിലും ബാക്കിലെല്ലാം ആയിപ്പോ. അപ്പൊ തിരിയാനും മറിയാനൊന്നും പാടില്ല, നേരെ കൃത്യമായിട്ട് വളർന്നു പോവുക. അപ്പൊ എൻ്റെ ഇടതു ഭാഗത്ത് മാത്രം ഉണ്ടാകുക കഅബാലയം. ഒക്കെ നമ്മൾ ഇതിന്റെ നിബന്ധനകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. തവാഫ് സ്വഹീഹാകണമെങ്കിൽ ഇതൊക്കെ പാലിക്കണം. കഅബാലയം ഇടതു ഭാഗത്താകണം. അതുപോലെ തന്നെ വുദു ഉണ്ടായിരിക്കണം, ഔറത്ത് മറക്കണം, നജസൊന്നും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ശരീരം പൂർണ്ണമായിട്ടും മസ്ജിദുൽ ഹറമിലായിരിക്കണം. എന്തായാലും മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. പിന്നെ ശരീരം മുഴുവനും
കാബാലയത്തിന്റെ പുറത്തായിരിക്കണം. എന്ന് വെച്ചാൽ കാബാലയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരം പെടാൻ പാടില്ല. അതായത് ഈ കാബാലയത്തിന്റെ ഒക്കെ താഴ്ഭാഗം ഷാദിർവാൻ എന്ന് പറഞ്ഞ തറയുടെ ഭാഗമുണ്ട്. അപ്പൊ നമ്മളിപ്പോ കാബാലയം പോയി തൊട്ടിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണെങ്കിൽ, കൈയോട് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ കൈ സ്വാഭാവികമായിട്ടും ഉള്ളിലാവുകയാണ്. അതായത് താഴെ തറ പിന്നെയും പുറത്തേക്കാണ്. ഞാൻ തൊടുമ്പോൾ എൻ്റെ കൈ ഉള്ളിൽ. അതുപോലെ തന്നെ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ റാ പോലെയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ പോയിട്ട് എൻ്റെ കൈ ഇങ്ങനെ വെച്ച് നടക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ശരീരം ഉള്ളിലാവുകയാണ്. എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഉള്ളിലാണ്. അപ്പൊ ഞാൻ തവാഫ് ചെയ്ത് സ്വഹീഹാവില്ല. അപ്പൊ അതുകൊണ്ട് കാബ ടച്ച് ചെയ്യാതെ പുറത്തുകൂടി നമ്മൾ 7 ചുറ്റുകൾ നമ്മൾ പൂർത്തിയാക്കുക. ചൊല്ലേണ്ടൊക്കെ ഇനി ചൊല്ലാൻ അറിയില്ലേ, എന്ത് ചൊല്ലിയിട്ട് നടക്കാം, മലയാളത്തിൽ വരുന്നോട് നടക്കാം. ചൊല്ലിയിട്ടില്ലെങ്കിലും തവാഫ് സ്വഹീഹാവും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും മുറിഞ്ഞു പോകാൻ പാടില്ല, കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ തവാഫൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് അടുത്ത കാര്യം എന്ന് പറയുന്നത് നേരെ നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്. ആണുങ്ങൾ തവാഫ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ മേൽമുണ്ടായി ധരിച്ച ഈ മേൽമുണ്ടായി ഉപയോഗിച്ചിട്ടുള്ള ആ ഷാളെടുത്ത് വലതു കക്ഷ ഭാഗം കാണുന്ന വിധത്തിൽ, അതായത് വലതു കൈ കാണുന്ന വിധത്തിൽ വലതു കക്ഷത്തിന്റെ അടിയിലൂടെ ആ തുണിയെ ഇട്ടത് പൂനൂൽ രൂപം എന്നൊക്കെയാണ് പറയൽ. പക്ഷെ അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല. ആ ഇർത്തിബാഹ് എന്നാണ് അതിനെ ഇസ്ലാമിൽ പറയുന്ന പേര്. അപ്പൊ ആ രീതിയിൽ അത് അവിടെ നിന്ന് എടുത്തിടുക, എന്നിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ 3 റൗണ്ട് റംല് നടത്തം, കുറച്ച് നടത്തം സ്പീഡാക്കിയിട്ടുള്ള, ചെറിയ നടത്തം തന്നെ സ്പീഡാക്കിയിട്ടുള്ളത് ചെയ്യലാണ്. അപ്പൊ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് നടക്കുക, അങ്ങനെ ആക്കലാണ്. 3 നടത്തം അങ്ങനെ ആക്കലാണ് അഫ്ദൽ ആണുങ്ങൾക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തവാഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം വരുന്നത് നമ്മൾ തവാഫിന് ശേഷം ഈ മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ പോയിട്ട്, മഖാം ഇബ്രാഹിം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം അതിന് കല്ലുള്ള ആ ഒരു പ്രത്യേക കൂടുണ്ട്. അതിന്റെ നേരെ ബാക്ക് ഭാഗത്ത് ഒരുപാട് ആളുകൾ, അതിന്റെ നേരെയാകുന്ന വിധത്തിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. അവിടത്തേക്ക് നമ്മൾ 7 ചുറ്റും കഴിഞ്ഞ് നേരെ അവിടത്തേക്ക് പോകാം. എന്നിട്ട് അവിടെ പോയി 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള 2 റക്അത്ത്, അല്ലെങ്കിൽ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കും. ആ 2 റക്അത്ത് നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ യാത്രയിലും അതുപോലെ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓതിയതുപോലെ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും, രണ്ടാമത്തെ ഇതിൽ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുക. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ അത് പൂർത്തിയായി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഉടനെ നമ്മൾ സംസം കുടിക്കൽ സുന്നത്താണ്. അപ്പൊ സംസം കുടിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും നമ്മൾ പാലിക്കുക. സംസം കുടിക്കുമ്പോൾ കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കുടിക്കുക, അതായത് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കുടിക്കുക, ഇരുന്നുകൊണ്ട് കുടിക്കുക. അതൊക്കെ ഷാഫി മദ്ഹബിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ 3 അറക്കായിട്ട് കുടിക്കുക, ബിസ്മി ചൊല്ലുക, ഹംദ് ചൊല്ലുക, അതിൻ്റെ ഇടയിൽ മനസ്സിൽ ദുആ കൊണ്ടുവരിക. അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ഏടിലൊക്കെ പറയുന്ന ചില ദുആകളുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തിട്ടുള്ള ഇൽമു വർദ്ധിപ്പിക്കാനൊക്കെ പറഞ്ഞ ദുആകൾ പറയുന്നുണ്ട്. അതൊക്കെ ദുആ ചെയ്യുക. ഏത് കാര്യത്തെ ദുആ ചെയ്താലും, ഏത് കാര്യത്തെ ഒരാൾ സംസം കുടിക്കുമ്പോൾ കരുതിയാലും അത് ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളാണ്. ഏത് പ്രതിസന്ധി, അത് ദുന്യവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, ഏത് കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞാലും കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു നമുക്കൊക്കെ തന്നെ തൗഫീഖ് നൽകട്ടെ, ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് സഫ മർവന്റെ ഇടയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ പോവുക, നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഒരു സ്വഹീഹായ ഒരു തവാഫിന് ശേഷമാണ് നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സഅയ് തുടങ്ങുന്നത് സഫയിൽ നിന്നാണ്. സഫയിൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ ഖുർആൻ തുടങ്ങിയത് ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ. അപ്പൊ സഫ ഖുർആൻ തുടങ്ങുന്നത് സഫ കൊണ്ടാണ്. അതുപോലെ തന്നെ സഅയ് തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്. അപ്പൊ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക് എത്തുന്നതാണ് ശരിക്കും സഅയിന്റെ രൂപം. അത് സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ എത്തുമ്പോൾ 1, അങ്ങനെ മർവയിൽ നിന്ന് സഫയിലേക്ക് എത്തുമ്പോൾ 2, അങ്ങനെ 7 പ്രാവശ്യം സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, വീണ്ടും സഫയിൽ നിന്ന് മർവയിലേക്ക് 3, അങ്ങനെ 7ാമത്തിൽ നമ്മൾ മർവയിലെത്തും. ഇങ്ങനെ 7 നടത്തമാണ്. അതിൽ നമ്മൾക്ക് നടത്തത്തിന് പ്രത്യേകിച്ച് സുന്നത്താണ്, നിർബന്ധമില്ല. അതുപോലെ തന്നെ അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലൊന്നും എന്തില്ല, തെറ്റായിട്ട് വരില്ല. ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
നമ്മൾ മറുവയിലെത്തി 7ാമത്തത് പൂർത്തിയാവലോടുകൂടി നമുക്ക് ശരിക്കും നമ്മുടെ സഅയ് പൂർണ്ണമായി. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു പച്ച ലൈറ്റ് കത്തിച്ച് കാണണം. അവിടെ ആണുങ്ങൾക്ക് റംല് നടത്തം സുന്നത്താണ്. റംല് നടത്തം കാലടുപ്പിച്ച് വെച്ച് കുറച്ച് സ്പീഡാക്കലല്ല, അത് ആണുങ്ങൾക്ക് സുന്നത്താണ്. ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ, അതായത് സഅയ് പൂർണ്ണമായി കഴിഞ്ഞാൽ, അപ്പൊ എന്തെല്ലാം നമ്മൾ പറഞ്ഞു? ഇഹ്റാം, തവാഫ് ചെയ്യൽ, പിന്നെ സഅയ് ചെയ്യൽ, അടുത്തത് മുടി നീക്കം ചെയ്യൽ. മുടി നീക്കം ചെയ്യാന്ന് പറഞ്ഞാൽ ആണും പെണ്ണൊക്കെ മുടി കളയണം. 3 മുടി കളയാലോടെ തീർന്നു. മുടി ഉള്ള ആണുങ്ങൾക്ക് മുടി പൂർണ്ണമായും കളയൽ അഫ്ദലാണ്. സ്ത്രീകൾക്ക് 3 മുടി കളയലാണ് അവർക്ക് വേണ്ടതുള്ളൂ. അവർക്ക് അതേ പറഞ്ഞ നിർബന്ധം. അപ്പൊ 3 മുടി എവിടെന്നെങ്കിലായിട്ട് കട്ട് ചെയ്യും. നമ്മളെ തലയിലെ ഏതറ്റത്തുനിന്ന് പെണ്ണുങ്ങളുടെ താഴ്ന്ന് കട്ട് ചെയ്താലും മതി. അതോടുകൂടി നമ്മൾ ഉംറയിൽ നിന്ന് പൂർണ്ണമായി, ഉംറ എന്നത് പൂർണ്ണമായി മാറി. അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 മുടി എടുക്കുക. ഇനി മുടിയില്ലാത്ത ആൾ, അല്ലെങ്കിൽ ഒരു ഉംറ കഴിഞ്ഞപ്പാണ് ഫുൾ ചരണ്ടിക്കളഞ്ഞു, വരണ്ടി എടുത്തു, മൊത്തം ഒന്നുമില്ല പിന്നെ തലയിൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കത്തി നടത്തൽ സുന്നത്താണ്. നടത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നടത്തൽ സുന്നത്താണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. മുടി തീരെ ഇല്ലാത്ത ആളുണ്ടാവില്ല, ഒന്നുമില്ലാത്ത ആൾ തലയിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും കത്തിയൊന്നും നടത്തലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുക എന്നുള്ളത്. ബാക്കി അവർക്ക് ഫർദ് വീട്ടാൻ ഉള്ള മുടി അവരുടെ തലയിലില്ല എന്നതാണ്. അപ്പൊ ഏതായാലും നമ്മുടെ ഇഹ്റാം കഴിഞ്ഞു, തവാഫ് കാബന്റെ അടുത്ത് നിന്ന് 7 ചുറ്റു, ഹജറുൽ അസ്വദിന്റെ അടുത്ത് തുടങ്ങി ഹജറുൽ അസ്വദ് അങ്ങനെ 1 അങ്ങനെ 7 വട്ടം ചുറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഅയിലേക്ക് കടന്നു. സഅയിൽ സഫയിൽ തുടങ്ങി മറുവ, അങ്ങനെ 7 പ്രാവശ്യം നടക്കുമ്പോൾ മറുവയിൽ വെച്ച് അവസാനിക്കുന്നു. മറുവയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ റൂമിലെത്തിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? മുടി നീക്കം ചെയ്യുന്നു. അങ്ങനെ മുടി നീക്കം ചെയ്യുന്നതോടുകൂടി നമ്മളെ ഉംറ പൂർത്തിയാകുകയാണ്. അപ്പം ഉംറ പൂർത്തിയാകുന്നതിൽ 5ാമതായിട്ട് മഹാന്മാരാണ് തർത്തീബ് എന്ന് പറഞ്ഞു. അപ്പൊ തർത്തീബ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വഴിക്ക് വഴിയായിട്ട് തന്നെ നടക്കണം. ഇഹ്റാം ആദ്യം നടക്കണം, പിന്നെ തവാഫ് നടക്കണം, പിന്നെ സഅയ്. അങ്ങനെ തന്നെ പറഞ്ഞു. സഅയ് ചെയ്തിട്ട് പിന്നെ തവാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. അപ്പൊ കൃത്യമായിട്ട് ഇത് വഴിക്ക് വഴിയായി നടന്ന് അവസാനം മുടി കളയലോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി. ഇങ്ങനെയാണ് നമ്മുടെ ഉംറയുടെ കാര്യം. ഉംറ പരമാവധി ഉംറക്ക് പോയാൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ജിഹ്റാനയിൽ പോയിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഉംറയുടെ സ്ഥലമാണ്. ബഡാ ഉംറ എന്നൊക്കെ അവർ പറയും. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് തവാഫൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സുന്നത്ത് നിസ്കാരം നല്ലോണം വർദ്ധിപ്പിക്കുക. അതിന് പറ്റിയ സ്ഥലമാണ്. ഷാഫി മദ്ഹബിലൊക്കെ നല്ലോണം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വതക്കയൊക്കെ നല്ലോണം മക്കത്തുനിന്നും മദീനത്തൊക്കെ കൊടുക്കുക, നല്ലോണം കൊടുക്കുക. സ്വതക്ക നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ കൊടുക്കുക. കൂലി കിട്ടുന്ന ഒരു സ്ഥലമാണ്. എത്രയോ ആളുകൾക്ക് സ്വതക്ക കൊടുക്കാൻ അവസരമുണ്ട്. അപ്പൊ അത് സ്വതക്ക കൊടുക്കുക, അതൊക്കെ വലിയ കൂലി ഉണ്ടെന്നാണ്. 1 ലക്ഷം എന്നല്ല, പല മഹാന്മാരുടെ അടുക്കൽ പല അഭിപ്രായമാണ്. ലക്ഷക്കണക്കിന് കൂലി ഉണ്ട് എന്നാണ് മക്കത്തെയും മദീനത്തെയും കണക്കുകൾ മഹാന്മാരൊക്കെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇരട്ടിയിൽ അധികം ആണ് ഓരോ നന്മക്കും കൂലി. അതേപോലെ നാട്ടിൽ നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുക. അതിന്റെ പുറമെ ദുആ നല്ലോണം വർദ്ധിപ്പിക്കുക. കഴിയുന്നത്ര ദുആ ചെയ്യാം. എത്രത്തോളം ദുആ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മക്കയിൽ നമുക്ക് പ്രധാനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ജബൽ നൂർ അതൊക്കെ പോയി കാണാം, ജബൽ സൗർ, അതുപോലെ മീന, മുസ്ദലിഫ, അറഫ, ഇതൊക്കെ മക്കയിൽ നമുക്ക് കാണാനുള്ള, കഅബക്ക് പുറമെ കാണാനുള്ള പ്രധാന സ്ഥലങ്ങളാണ്. അതൊക്കെ സൗകര്യം പോലെ നമ്മൾ അവിടെ പോയി കാണാൻ പറ്റുമെങ്കിൽ അതൊക്കെ കാണുകയും ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിദാഇന്റെ തവാഫൊക്കെ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം. മദീന പോകണം, മക്ക മാത്രം പോയാൽ പോരാ. ഹബീബിനെ സന്ദർശിക്കാത്ത ഉംറ ഉണ്ടാവരുത്. അള്ളാഹു ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഉംറകളെ കബൂലാക്കട്ടെ. നമുക്ക് ഒരുപാട് തവണ ഉംറ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ ദുആ പറയാറുണ്ട്. അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ചും പറയാനുള്ളത്, നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെയും നിങ്ങൾ അവിടെ വെച്ചാൽ മറക്കരുത്. ദുആ ചെയ്യണം. അള്ളാഹു കബൂലാക്കട്ടെ, ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയൊക്കെ ജീവിതത്തിൽ പലതവണയായി ചെയ്യാനും മുത്തുനബി തങ്ങളെ സന്ദർശിക്കാനും ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും റൗദയിലിരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള ആഫിയത്ത് നൽകട്ടെ, അതിനുള്ള ഈമാൻ നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.